നമസ്കാരം. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശരത്താണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശരത്ത്, സാധാരണഗതിയിൽ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നടപടി ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങനെ നടപടിയൊന്നും സ്വീകരിക്കുന്നല്ല. യു ഡി എഫ് സർക്കാരുകളുടെ രീതി അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇന്നലെ തീരുമാനം വന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തലക്കടിച്ച അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെയുള്ള കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന് സംഘത്തെ രൂപീകരിക്കാൻ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോ 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായപ്പോഴും ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം വന്ന ഭരണത്തിൽ നമുക്ക് നോക്കണം, എത്ര അകമ്പടി വാഹനങ്ങളാണ് പോകുന്നത്. വാഹനങ്ങൾ എണ്ണം കണ്ടത് നമ്മൾ ഞെട്ടിപ്പോകും. പിന്നെ രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ അവര് പ്രതിഷേധം, എല്ലാവരും ഏത് കാലഘട്ടത്തിൽ സമയത്ത് പ്രതിഷേധം നടത്തുന്നു. പക്ഷേ പ്രതിഷേധത്തിന്റെ പേരിൽ അത്രയും മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കോ അല്ലെങ്കിൽ പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക കയ്യേറ്റം ചെയ്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകടനം നടത്തുകയോ ചെയ്യുന്നത്, അത് ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു രാഷ്ട്രീയത്തിന് പറ്റിയ ഒരു രീതിയല്ല. ഇനിയിപ്പോ ഈ അടുത്ത് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഭരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പം അതൊരു എന്താ പറയുക ഒരു പകപോക്കല് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു വിഷയം വന്നത് ഒരു അന്വേഷണ സംഘത്തെ, പുതിയൊരു അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഒരു ഇത് പറഞ്ഞോട്ടെ, നമ്മളെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ട് വന്ന ശ്രീ വി.ഡി. സതീശൻ സാർ, അദ്ദേഹം പറയുന്ന പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൂടുതൽ അകമ്പടി വാഹനങ്ങളുടെ ആവശ്യം നിലവിലില്ല എന്നാണ്. അല്ല, നമ്മൾ അകമ്പടി വാഹനമല്ല ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഇതേക്കുറിച്ച് പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആക്രമണ സ്വഭാവം വരേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വാഹനങ്ങൾ എണ്ണം കുറയ്ക്കുന്ന പറഞ്ഞാൽ അത്രയും വിശ്വാസമുണ്ട്, ജനങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു കോടതി തന്നെ നിർദ്ദേശിച്ചതാണ്, പോലീസ് ഇത് റഫർ ചെയ്ത് കളയാൻ പോയ കേസാണ്, തെളിവൊന്നുമില്ല അങ്ങനെ ഗൺമാൻ പോയി അടിച്ചതിന് എന്നുള്ള പറഞ്ഞ് അത് ആ കോടതി തന്നെ നിർദ്ദേശിച്ചാണ് പുനരന്വേഷണം. അത് 18 മാസമായിട്ടും നടന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ സർക്കാർ വന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ചില കാര്യങ്ങളൊന്നും മറക്കില്ല എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നടപ്പാക്കി തുടങ്ങുകയാണോ? നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഈ മറക്കില്ല എന്ന് പറഞ്ഞത്, ഇന്നിപ്പോ ഈ 18 മാസമായ കേസ് അന്വേഷിക്കുമ്പം മറക്കില്ല എന്ന് പറഞ്ഞ കാര്യം, ഈ അന്വേഷണം മൂർച്ഛിച്ച് വന്ന് എല്ലാം കഴിയുമ്പോൾ മേലോട്ട് ചെല്ലുമ്പോഴും മറക്കാതിരുന്നാൽ കൊള്ളാം. സാധാരണ അന്വേഷണമൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയൊക്കെ നടക്കും എല്ലാവരും. അവസാനം പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞ് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പയ്യന്മാരെ അടിച്ച് നട്ടലൊടിച്ച് ഈ പരിവാക്കി അവന്മാരെ കട്ടയമ്പടം മടക്കിയിട്ടിരിക്കുന്നത് ഈ ലോകം മുഴുവനും കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് അത് രക്ഷാപ്രവർത്തനമായിട്ട് മാറിയത്. അത് മാത്രമല്ല, പുള്ളി കണ്ടതേയില്ല. അദ്ദേഹം ടി.വിയിലും കണ്ടില്ല, പത്രത്തിലും കണ്ടില്ല, ഈ ലോകത്ത് ഒരിടത്തും കാണാത്തൊരു സംഭവമാണ്. പക്ഷെ ഇന്നലെ പ്രസവിച്ച കൊച്ചു വരെ കണ്ടിട്ടുണ്ട്. അതിന്റെ വിധി അവർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇനി അന്വേഷിച്ചാലെന്ത്, അന്വേഷിച്ചില്ലെങ്കിൽ ശിക്ഷിച്ചാലും ഇല്ലെങ്കിൽ ഒരു ചുക്കുമില്ല. കാര്യം കിട്ടേണ്ടത് അങ്ങേ അറ്റം കിട്ടിക്കഴിഞ്ഞ് പിന്നെ യോമാരാ ഈ രണ്ടെണ്ണത്തിനെ ഒരു കാരണവശാലും വിടാൻ പാടില്ല. വിട്ടുകഴിഞ്ഞാൽ വി.ഡി. സതീശൻ ഇന്നലെ കാണിച്ചതൊക്കെ വെറും ഷോയാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നാട്ടുകാരും ഇത് പറയേണ്ടി വരും. കാര്യം എന്താ പറയാ, അത്രയ്ക്ക് ആ ദയനീയമായ കാഴ്ച കണ്ട് ചങ്ക് പൊട്ടിയ ആൾക്കാരാണ് ഈ നരാധവന്മാർക്കെതിരെ വിധി എഴുതി ഈ പരിവാക്കിയത്. അത് ആരും മറക്കില്ല. അതുകൊണ്ട് ഇതൊരു പ്രഹസനമാവരുത്. ഇതൊരു പ്രഹസനമായി കഴിഞ്ഞാൽ ആളുകള് യവനെയൊക്കെ പിന്നെ കാർക്കിച്ച് മുഖത്ത് തുപ്പണ അവസ്ഥ ആവും. അതിൽ ഒരു സംശയമില്ല. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്നാണ്. എന്താണ് അതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്ക് നോക്കാം. ശ്രീ സുബേർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിൽ യു ഡി എഫ് സർക്കാരുകളൊക്കെ എടുക്കാത്ത തരത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ വാക്ക് ഇപ്പോൾ പാലിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമെടുക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. കിരൺ ബാബു. അതെ, എനിക്ക് പറയാനുള്ളത് ഇവര് തുടങ്ങി നവകേരളത്തിൽ തുടങ്ങിയപ്പോഴേ തന്നെ അവിടെ നിന്ന് അടി തുടങ്ങി ചെടിച്ചട്ടി വെച്ചിട്ട്. എന്നിട്ട് മുഖ്യമന്ത്രി ഒന്നും കണ്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് തല്ലിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ കൊണ്ട് തല്ലിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാ. മുഖ്യമന്ത്രിയും കൂടുതൽ പ്രതിന്, അതായത് ഇപ്പൊ ഞാനൊരു സാധനം കട്ടു, എനിക്ക് തന്നെ ആ കളവ് ഒതുക്കലും പ്രതിന് അല്ലെ. അതുപോലെ മുഖ്യമന്ത്രിയിലെ നമ്പർ 1 പ്രതി മുഖ്യമന്ത്രി, പിന്നെ 2 പ്രതി ഇപ്പൊ ആള് സപ്പോർട്ട് ചെയ്ത ആളെ വലതുവശല്ലേ ഒരു ഗൺമാൻ അയാള്. ഇത് മാത്രം പോരാ, അന്ന് ഫ്ലൈറ്റിൽ വെച്ചിട്ടുണ്ടായത് നമ്മുടെ എന്താണ് ജയരാജൻ തല്ലി, ആ പിള്ളേരെ തല്ലി നൽകിയിട്ട് അവന്റെ പേരിൽ കേസിടാം, മുഖ്യമന്ത്രിയുടെ പേരിൽ കേസിടാം. പിണറായി വിജയൻ ജെറ്റിൽ കയറില്ല അന്ന്, വേണ്ട. അത് കഴിഞ്ഞപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്തുണ്ടായത്, ആ വീണ ജോർജ് എന്താ ചെയ്തത്? അതിന്റെ അടുത്തേക്ക് പോലും അവർ ചെന്നിട്ടില്ല.
എന്നിട്ട് എന്താണ് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചാല് ഇത് ഇവിടെ നിന്ന് വേറെ നിലയിലല്ല കഴുത്തിനടിച്ചെന്ന് ഇത് ചോദിച്ചു പിടിച്ചു വന്നപ്പോ എന്താ പറയുന്നത് ശാശി എഴുതി ചേർത്തത്. അതെ, അപ്പൊ അങ്ങനത്തെ കാലം നടക്കുന്നിടത്ത് പിണറായി വിജയൻ ഇതിൽ പിന്നെ അത് മാത്രമല്ല നിയമസഭ തല്ലിപ്പൊളിച്ചത്, നിയമസഭ തല്ലിപ്പൊളിച്ചത് നമ്മുടെ നിങ്ങളുടെയൊക്കെ കാശാണത് അല്ലെ. അന്റെയും താങ്കളൊക്കെ നികുതിപ്പണല്ലേ തല്ലി അങ്ങോട്ട് പൊളിച്ചിട്ട് ഇവര് പറഞ്ഞില്ലേ ഇതുപോലത്തെ മുഖ്യമന്ത്രി പറഞ്ഞമായിരുന്നാണല്ലോ പറഞ്ഞത്. എവിടെ ഞങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് അല്ലെ. സാറ് കണ്ടതല്ലേ ഒരു വെള്ളിയാഴ്ച ഞാൻ ഗൾഫിൽ ഇരുന്ന് കണ്ടത് ലൈവായിട്ട് തല്ലി പൊളിക്കല്. ആ കമ്പ്യൂട്ടർ എടുത്ത് എന്തോ ഈ എന്താണ് എന്താ പറയാ ഇപ്പോഴത്തെ പഴയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി എന്താ കാണിച്ചിരുന്നത്, ആന കരിമ്പത്തോട്ടത്തില് കയറിമാരല്ലേ സാറെ കാണിച്ചിരുന്നത്. ഓർമ്മയുണ്ട് സാറിന് ഓർമ്മയുണ്ടത്? ഓർമ്മയുണ്ട് ശ്രീ സുബേർ, ഞാനന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അന്നത്തെ സംഭവം. അന്ന് ഒരു രാത്രി നിയമസഭയിൽ കിടന്നുറങ്ങി നിയമസഭയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തത് കൂടിയാണ്. അന്ന് MLA-മാരെല്ലാം അവിടെ പിറ്റേ ദിവസത്തിന് വേണ്ടി രാത്രിയിൽ നിയമസഭയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ ഗാലറിയിലും ആദ്യമായി അവിടെ തന്നെ കിടന്ന് രാത്രി നേരം വെളുപ്പിച്ച് വീണ്ടും അവിടെ തന്നെ നിന്ന് റിപ്പോർട്ട് ചെയ്ത വലിയ അനുഭവം കൂടിയുണ്ട്. അതെ അല്ലാന്ന് അപ്പൊ കേൾക്കാതെ പോരുത്. അതുപോലെ ഒരുപാട് വൃത്തിയായിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷാഫി പറമ്പലിനെ ഇവരെ ഒത്താശ കൊണ്ട് ഷാഫി പറമ്പലിനെ വടകരയിൽ വെച്ചിട്ട് കയ്യേറിയത് അല്ലെ. ഹലോ ശരി, ഓക്കെ, താങ്കളുടെ ഒരു മിനിറ്റ് സെക്കൻഡ്. ഈ ഷാഫി പറമ്പലിനെ കയ്യേറ്റം ചെയ്ത് അപ്പൊ പിണറായി നമ്മുടെ ജയരാജ് എന്താ പറഞ്ഞത്, രാഷ്ട്രീയം നടത്തുമ്പോ ചില മൂക്കത്തൊക്കെ അടികൊള്ളുന്നു. അപ്പൊ ഇതിന്റെ അടി കൊള്ളൂലേ? എപ്പൊ വീണ ജോർജിനെ അങ്ങാണ്ടി അടി കിട്ടിയെങ്കിൽ എന്താ ബുദ്ധിമുട്ടില്? അടിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. എന്നിട്ട് അപ്പുറത്ത് നിന്ന് സ്പീക്കർ എന്താ പറയുന്നത്, ഇത് ഞങ്ങൾ ICUവിലെ റൂം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ വന്ന് യാചിക്കണേ എന്ത് പറ്റിയ മോളെന്ന്. അപ്പൊ ഇതിന്റെ ഇത് പിന്നെ ആര്യ രാജേന്ദ്രനെ അയച്ചിട്ട് കൊടുങ്ങല്ലൂർ ഇവിടെ തിരുവനന്തപുരത്ത് ആ ട്രാൻസ്പോർട്ടർ ഡ്രൈവറെ അവസ്ഥ എന്താ? അവന്റെ കുടുംബം കുട്ടിച്ചോറാക്കി കൊടുത്തില്ല. സുബേർ, ഇതിനകത്ത് ഈ പറയുന്നതിനകത്ത് ആര്യ രാജേന്ദ്രന്റെ കേസിൽ അങ്ങനെ തന്നെയാണോ എന്നതിൽ സംശയം. ആര്യ രാജേന്ദ്രൻ അവരെ മർദ്ദിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വേറെ കേസ്, അതും ഇതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. അല്ലല്ല, എല്ലാ കേസുകളും എപ്പോഴും ഒരു ഭാഗത്ത് മാത്രമാണ് ശരിയെന്ന് കാര്യം ഞാൻ പറഞ്ഞില്ല. ആര്യ രാജേന്ദ്രന്റെ കേസിൽ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും ആ കാര്യത്തിൽ അതും ഇതുമായി ബന്ധപ്പെടുത്താവുന്ന ഒന്നല്ല. ഉമ്മൻചാണ്ടിന് തലടിച്ചു പൊളിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഉമ്മൻചാണ്ടി പറഞ്ഞ പിള്ളേർ കേസ് കൊണ്ട് വിട്ടോളാൻ പറഞ്ഞു. പിണറായിക്ക് എന്തുകൊണ്ട് തല്ലിപ്പൊളിച്ചിട്ടില്ല ശ്രീ സുബേർ? തല്ലിപ്പൊളിക്കൽ കല്ലെടുത്തെറിഞ്ഞില്ലേ? അതാ കല്ലെടുത്തെറിഞ്ഞ് അതിന് തല തല്ലി പൊളിച്ചെന്നൊക്കെ പറയുന്നതും അങ്ങനല്ലേ സാർ, അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ സെക്കൻഡ് കഴിഞ്ഞ ആഴ്ച ഒരു മറിമായ ഉണ്ടായിരുന്നു. അതിൽ കണ്ടില്ലേ ചുവപ്പ് ഷർട്ട് ഇട്ട് പോത്ത് ഭക്ഷണം കൊടുത്തപ്പോ പോത്ത് നേരെ അവിടെ പഞ്ചായത്തിൽ കയറി തല്ലി പൊളിച്ചു ഇല്ലേ? അതുപോലെ ഈ കക്ഷി കഴിഞ്ഞ ആഴ്ചത്തെ മറിമായം ഒരു പ്രോഗ്രാം ഉണ്ട്. മറിമായം ഒരു മലയാളമേലി അതിലൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ശ്രീരാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ തവണത്തെ പോലീസ് അന്വേഷിച്ച് എഴുതി തള്ളിയ ഒരു കേസാണ്, കോടതിയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. പക്ഷേ 18 മാസമായിട്ടും അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായില്ല. അത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അത്തരം ഒരു അന്വേഷണത്തിന് തീരുമാനിക്കുന്നു, അതിന് ഉത്തരവിടുന്നു. വളരെ നല്ല കാര്യം. പിന്നെ കിരൺ ഭായി പണ്ട് അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആരാ കുറ്റക്കാരെന്ന് വെച്ചാണ്. അതുപോലെ ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ ഒരു 300 കോടി രൂപ പിരിച്ചു, അതിന്റെ ആപ്പും അതെന്ത് ചെയ്യുന്നൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയണം. അതുപോലെ തന്നെ 11 ദിവസം എടുത്തു മുഖ്യമന്ത്രിയെ പിന്നെ കണ്ടുപിടിക്കാൻ. 30 ലക്ഷം രൂപ ചെലവായി ഫ്ലൈറ്റിന്റെ. അത് പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് ദൂർത്തൊന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കില്ല. പിന്നെ 4 അതെങ്ങനെയാണ് ശ്രീ രാജൻ ദൂർത്താവുന്നത്? അവർ കോൺഗ്രസുകാരുടെ ടിക്കറ്റ് എടുത്ത് ഡൽഹി പോകുന്നതിന് നാട്ടുകാർ MLA MP പോകുന്നത് കോൺഗ്രസുകാരുടെ ടിക്കറ്റാണോ? അവരാരും MLA MP ഒന്നും ആയില്ലല്ലോ. MLA MP ഒക്കെ ഇന്നലെയല്ലേ അവർ സത്യപ്രതിജ്ഞ ചെയ്തത്, അല്ലാതെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കല്ലല്ലോ പോകുന്നത്. ജയിച്ച ആൾക്കാരാ പോയത്. അല്ലാണ്ട് അത് പോട്ടെ, അല്ല ജയിച്ച ആളുകൾക്ക് പോയിക്കൂടെ? അങ്ങനെ ഒരു ചർച്ചകളൊക്കെ നടത്തേണ്ടേ? ഈ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ 25 ലക്ഷം താങ്കൾക്ക് അറിയാത്ത ഒരു കണക്ക് താങ്കൾ അങ്ങ് പറയുകയാണ്. അവരെങ്ങനെയാണ് ടിക്കറ്റ് എടുത്ത് പോയെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിയാണോ വ്യക്തിപരമായിട്ടാണെന്ന് അറിയില്ല. അത് നാട്ടുകാരുടെ പണമാണെന്ന് നമുക്ക് ആരോപിക്കാൻ എന്താണ് നമുക്ക് അവകാശം? ഞാനും പറഞ്ഞില്ല ദൂർത്തല്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ അല്ല, ദൂർത്തല്ലെന്ന് താങ്കൾ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്ന് തിരിച്ചറിയാമല്ലോ. നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ഒരു വസ്തുത പറയാൻ അവസരം എന്താ? പിന്നെ 4 എസ്കോട്ട് വണ്ടി കൂടുതൽ ആകത്തില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ 14 എണ്ണം എണ്ണി. ഈ DD സതീശൻ പോകുന്ന വണ്ടികളുടെ എണ്ണം 14 എണ്ണം എണ്ണി. അതെവിടെയാണ് താങ്കൾ 14 എണ്ണം എണ്ണിയത്? ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നേരം ആ പുള്ളി കടന്നു പോകുന്നത് ഞാൻ കണ്ടു. പുള്ളി കടന്നു പോകുന്നത് ഇന്നലെ 14 വണ്ടിയുടെ അകമ്പടിയോടുകൂടിയൊന്നും അല്ല വന്നത്. ഇന്നലെ നിരവധി മന്ത്രിമാരുടെ വണ്ടി ഒരുമിച്ചാണ് വന്നത്. അതായിരിക്കും താങ്കൾ എണ്ണിയത് 14. ഞാൻ കണ്ടത് 14 എണ്ണമാണ്. ഞാൻ അതിന്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ കള്ളമല്ല പറഞ്ഞത്. ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് പറഞ്ഞത്. അത് പോയിക്കോട്ടെ. ഇനിയും അടുത്തത്, ഇപ്പം പിന്നെ ആശാവർക്കർക്ക് പിന്നെ 3000 രൂപ കൊടുത്തപ്പോ 21,000 കൊടുത്ത ഈ ഗവൺമെന്റിന് അങ്ങേയറ്റത്തെ എല്ലാ ആശംസകളും. താങ്ക് യു. ശരി, ഓക്കെ ദാസൻ.
ശ്രീരാജനാണ് കൊല്ലത്ത് നിന്നും പ്രതികരിച്ചത്. നമുക്ക് ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിലുള്ള സർക്കാരുകളെ പോലെയല്ല ഈ സർക്കാർ ഒരു കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ, KSUക്കാർ നേരിട്ട മർദ്ദനത്തിന് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അവർ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? നമസ്കാരം കിരൺജി. നമസ്കാരം. സത്യത്തില് നല്ലൊരു തീരുമാനമാണ്. വേറൊന്നല്ല, ആ കാലഘട്ടത്തിൽ ഈ കേരള നവകേരള യാത്രയിൽ ഒരുപാട് വേറൊന്നും ചെയ്തില്ലല്ലോ. സമരം യൂത്ത് കോൺഗ്രസ് ഇവര് സമരം ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ. DYFIക്കാരായിക്കോട്ടെ, SFIക്കാരായിക്കോട്ടെ ഒക്കെ ഇവരൊക്കെ സമരം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഭരണപക്ഷത്ത് ഇപ്പൊ UDF ആയിരുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ LDFന്റെ ഈ എന്താണ് ക്രൂരമായ ഒരു നടപടിയായിരുന്നു. പക്ഷെ ആ ക്രൂരമായ നടപടി മാത്രമല്ല, ലോകം കാണക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾ സ്വീകരിച്ചതിനെ കുറിച്ചിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്താണ് അന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തനം, അതായത് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ എനിക്ക് മുന്നേ സൂചിപ്പിച്ച പ്രേക്ഷകൻ പറഞ്ഞു മറ്റേ വീണ ജോർജിന്റെ കാര്യം. ഇങ്ങനെ ഇവര് നിരവധി കാര്യങ്ങൾ കളവ് പറഞ്ഞ് കൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങളെ ഇവരെ വല്ലാതെ വെറുത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തു. ശരി, ഓക്കെ. ഉമേഷിൻ്റെതാണ് പ്രതികരണം. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആദ്യ ക്യാബിനറ്റിൽ തന്നെ വാക്കുപാലിച്ച്, പ്രവർത്തകരോടുള്ള വാക്കുപാലിച്ച് അങ്ങനെ ഒരു പുനരന്വേഷണത്തിന് ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ആ സംഘത്തിന് ഇന്ന് തന്നെ തലവനായിരിക്കുന്നു. അത് നേരത്തെ TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കേസൊക്കെ അന്വേഷിച്ച ഷൗക്കത്ത് അലിയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ എന്ന പ്രത്യേകത കൂടിയുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. ഇത് അതുപോലെയല്ലേ നടന്നത്? കാരണം അതിക്രൂരമായിട്ടല്ലേ ഓടി നടന്ന് അടിക്കണില്ലായിരുന്ന. പോലീസാണെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ കോടതിയിൽ ഹാജരാക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് അടിച്ച് ഇരിക്കുമ്പോ അവിടെ പിണറായി വിജയൻ നോക്കിയിരിക്കണ കണ്ട് ആസ്വദിക്കണേന്ന് ഇത് തല്ലണക്ക. എന്നിട്ട് ചെടിച്ചട്ടിക്കൊക്കെ അടിച്ചപ്പോ പറഞ്ഞ അത് ഞാൻ കണ്ടില്ല, രക്ഷാപ്രവർത്തനം നടത്തിയെന്നൊക്കെ പറഞ്ഞ് ഇത് ക്രൂരമായിട്ട് പോലീസുകാര് എന്തോ ഗുണ്ടകളെ പോലെ ആയിരുന്നു ഓടി നടന്ന് അടിക്കണേയിരുന്നു. വെള്ളയും കറുപ്പും കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്ന് അടിച്ച് എല്ലാരെയും അവശതയാക്കി. പലരും നടവ് പോലും തളർന്ന് കിടക്കണെന്നാ പറയണം. അത്രയും അവശതയാക്കി. ഇതിനെതിരെ കർശനമായ നടപടി വേണം. ഇവരെ സർവീസിൽ തന്നെ വെച്ചിരിക്കരുത്. കാരണം ഇവര് പോലീസുകാരായിട്ട് നീതിയും നിയമവും നടപ്പാക്കാനുള്ള യോഗ്യതയൊന്നും ഇവർക്കില്ല. ഇവർക്ക് നടപ്പാക്കാനും പറ്റില്ല. ഇവരെ ഒരു ഗുണ്ടകളാണ്. അപ്പൊ ഇവരെയൊന്നും സർവീസിൽ ഇരിക്കരുത്. എത്രയോ നല്ല ആളുകളുണ്ട് ഇതൊക്കെ സർവീസ് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് കൊല്ലുന്നൊക്കെ പറഞ്ഞാൽ കൊല്ലാനും തല്ലാനുമാണ് ഇവർക്ക് ഈ ശമ്പളം കൊടുക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊടുത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജീവനും വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലല്ലേ പോലീസ് അഴിഞ്ഞാടിയത്. ഇതിനെല്ലാം ശക്തമായ നടപടികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. TP ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ച ആ ഒരു ഉദ്യോഗസ്ഥനിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇത് കോടതിയും പറഞ്ഞിട്ടുള്ളതാണ് അന്വേഷണം. പക്ഷേ കോടതി പറഞ്ഞിട്ട് പോലും അന്വേഷിക്കാതെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. ഇപ്പൊ കിട്ടിയില്ല. അന്ന് തന്നെ പറഞ്ഞല്ല ഇത് അന്വേഷണം ഉണ്ടാവും, നടപടികൾ ഉണ്ടാവുമെന്ന്. അതുപോലെ ഇതുപോലെ ചെയ്തേക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും നടപടി ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ പേടിയും ഇതൊക്കെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന്. അല്ലാണ്ട് ഇവര് തന്നെ ഈ ഗുണ്ടകളായി തുടങ്ങിയ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ലേ വേണ്ടത്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, യഥാർത്ഥത്തിൽ അന്ന് പോലീസ് ഈ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് കൂടി ഒരു പരിധിവരെ കാരണമായിട്ടുള്ളതാണ് ഈ പോലീസിൻ്റെ അന്നത്തെ ഇടപെടലും. അതോടൊപ്പം തന്നെ പ്രതിഷേധിച്ചവരെ എല്ലാ കാലത്തും സമരം ചെയ്യുന്നവരാണ് ഇടതുപക്ഷക്കാർ. സമരത്തെ ഒരു സമര സംഘടനയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ. അങ്ങനെയുള്ളവർ സമരം ചെയ്യുന്ന ആളുകളെ അതിക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ച് പരിഹസിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിൽ അന്വേഷണം വരുന്നു. അല്ല, ഇത് ഒരു നല്ല കാര്യമാണ്. കാര്യം ഒരു ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നില്ല ഇയാള്. ഇയാൾക്ക് മുഖ്യമന്ത്രിന്റെ ചുമതല മാത്രമായിരുന്നു. അപ്പൊ ഇയാൾ ഈ ആക്രമിക്കാനേ പാടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സഹിഷ്ണുത കാണുന്നുണ്ട്. അതൊരു പാടായിരിക്കണം. ഞാൻ ഇന്നലെ ഏതോ ചാനലില് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടാൻ പോലുള്ള അധികാരം ഉണ്ടാവുന്നതാണ് അന്വേഷിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഒരു പാടായിരിക്കണം പോലീസുകാർക്ക്. കാരണം ചെറുപ്പക്കാർ അതുപോലെ നമ്മുടെ അനിയന്മാർക്കൊക്കെ മക്കളെ എങ്ങനെ ഇവരിങ്ങനെ അടിക്കുന്നത്?
ഏത് പാർട്ടിയോ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, BJP-കാരോ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആരും ആയിക്കോട്ടെ, ഒരു ചെറുപ്പക്കാരൻ ചെക്കനാ എങ്ങനെ അടിക്കാൻ തോന്നുന്നു? ഇവർ എന്തൊരു പോലീസായി ഇത്തരം പോലീസുകാർക്കെതിരായിട്ട് പണിഷ്മെന്റ് തിരിച്ചുവിടുന്ന യാതൊരു ആനുകൂല്യം കൊടുക്കാതെ പിരിച്ചുവിടുന്ന കിരൺ ബാബു. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ദാസനാണ് കണ്ണൂരിൽ നിന്ന് അഭിപ്രായം പറഞ്ഞത്. അതിന് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അത് പ്രസക്തമായൊരു അഭിപ്രായമാണ്. അത് SFIക്കാരോ DYFIക്കാരോ ഇനി യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ അല്ലെങ്കിൽ MSFകാരനോ ആരോ ആയിക്കോട്ടെ, ഏത് സംഘടനാ പ്രവർത്തകരായാലും ഒരു സംഘടനാ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തുമ്പോൾ അവരെ തടഞ്ഞു നിർത്താം, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, അതെല്ലാം ശരിയാണ്. പരമാവധി പോയാൽ ഇനി അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ലാത്തിച്ചാർജ് പോലും ചെയ്യും. ഇതങ്ങനെയല്ല, തലയടിച്ചു പൊട്ടിക്കുക എന്നുള്ള അതിക്രൂരമായ പ്രാകൃതമായ പ്രവൃത്തിയാണ് ചെയ്തത്. അതിനെ മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുകയും കൂടി ചെയ്യുന്നു. അതിന് ആർക്ക് നേരെ ചെയ്യുമ്പോഴും സാധാരണ മനുഷ്യർ അത് അംഗീകരിക്കില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഈ അന്വേഷണം ഒരു പ്രതികാര നടപടിയല്ല സാർ. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഏത് ഗവൺമെന്റും തയ്യാറാകണം. ആ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് വെച്ചാൽ അതിന് തയ്യാറായില്ല. അതൊരു രക്ഷാപ്രവർത്തനം ആയത് കാരണം കൊണ്ട് എന്നുള്ള രീതിയിൽ അവർ തയ്യാറായില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ പുതിയ ഗവൺമെന്റ് വന്നു, അവരത് അന്വേഷിക്കട്ടെ സാർ. അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കണം. അതല്ല രക്ഷാപ്രവർത്തനമാണോ എന്ന് തെളിയട്ടെ സാർ. കാരണം വെച്ചാൽ ഈ ചെറുപ്പക്കാർ യുവജനങ്ങളെയൊക്കെ ഇത്രമാത്രം തല്ലി ചതയ്ക്കാൻ പാടില്ല സാർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കയ്യിലുണ്ടോന്ന് വിചാരിച്ചിട്ട് പോലീസുകാർക്ക് എന്തും ചെയ്യാൻ പാടില്ല. അവർ നാളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് ഇറങ്ങി പുറത്തു വരേണ്ടവരല്ലേ സാർ. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റാണോ ശരിയാണോ എന്ന് അന്വേഷിക്കട്ടെ സാർ. ശരി, ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ഇത് നേരത്തെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾക്ക് കോൺഗ്രസ്സുകാർ അടി കൊള്ളാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പാർട്ടി എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നേരത്തുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം വരിക എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞപ്പോ ലാത്തിച്ചാർജും അടിയും ബഹളങ്ങളൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പിണറായി പോലും അടിയന്തരാവസ്ഥക്കാലം ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ അതൊരു സമരത്തിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമരത്തിൽ വന്ന സംഭവമല്ല. ഒരു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുക, അത് പ്രതിഷേധിച്ചതിന് പറഞ്ഞപ്പോ ആ വിഷ്വലിലൊക്കെ കാണുമ്പോ കണ്ടില്ലേ, ഏത് പാർട്ടിയൊക്കെ ഒരുമാതിരി പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ ഒരു പേപ്പറ്റിനെ തല്ലിക്കൊല്ലുന്ന പോലെ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ട്. അതും ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളല്ലേ, മുഖ്യമന്ത്രിക്കാണ് അങ്ങനെ സംരക്ഷണം കൊടുക്കേണ്ടത്. അത് ഇപ്പുറത്തെ പണി ചെയ്യേണ്ട ആൾ പോലീസുകാരല്ലേ. എന്ത് തന്നെ ആയാലും ഇനിയിപ്പോ ഷൗക്കത്തലി ഇതൊക്കെ വലിയ കാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്ത നല്ല കാര്യം. CP കേസൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം എന്താ ഉണ്ടാക്കി തരുന്നത് എല്ലാവർക്കും പറയാം. ഗവൺമെന്റിന്റെ പാർട്ടികൾക്ക് ഇതും കൂടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത് നല്ല കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആര് ചെയ്താലും അതിന് കറക്റ്റായിട്ട് ശിക്ഷിക്കപ്പെടണം. അതിന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവണമെന്ന് വിചാരിക്കണം. നല്ല കാര്യം. ഓക്കെ, ശരി. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചു തന്നെയാണോ ഭരണത്തിലെത്തിയപ്പോൾ VD സതീശൻ തുടങ്ങുന്നത്? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. അപ്പോ ഭരണം തുടങ്ങിയപ്പോ ആദ്യം നല്ല കാര്യങ്ങളാണ് ചെയ്തത്. ആശാ വർക്കർമാർ മറ്റേ 2 വർക്കർമാർക്കും 1000 രൂപ കൂട്ടി കൊടുത്തതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് അഭിനന്ദിക്കുന്നു സർക്കാരിനെ. പിന്നെ ഇപ്പൊ ഈ അടി എന്ന് പറഞ്ഞാൽ അടിയിൽ പല കാര്യങ്ങളുണ്ട്. അതായത് ഒരു 10 കൊല്ലം പുറത്തായിരുന്നു, ഭരണമല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഇറ്റങ്ങളെ വിട്ടിട്ട് ഇങ്ങനെ പലതും ചെയ്യിക്കുകയാണ്. അപ്പൊ ആ ചെയ്യിക്കുമ്പോ മുഖ്യമന്ത്രിനെ വിമാനത്തിലും ആക്രമിച്ചു, അങ്ങനെ പലതരത്തിലും ആക്രമിച്ചു. ഇങ്ങനെ ആക്രമിച്ചപ്പോ അതിന് പകരം അപ്പൊ അവർ ചെയ്ത പണിയാണ്. പക്ഷെ അവർ ചെയ്തത് ഇപ്പോ ഈ ഇതിൽ കണ്ടു നോക്കുമ്പോ സിവിൽ ഡ്രസ്സിലുള്ള ആളും തല്ലുന്നുണ്ട്, പിന്നെ നീല ഡ്രസ്സിലുള്ള ആളും തല്ലുന്നുണ്ട്. അത് പിന്നെ പോലീസുകാരെ ഇക്കാരെന്ന് കരുതുകയാണ്. അത് ഏതാന്നുള്ളത് സാറൊന്ന് മനസ്സിലാക്കി തരും വേണം. കാരണം ഇങ്ങനെ ക്രൂരമായിട്ടുള്ള അക്രമം വളരെ മോശമാണ്. പിന്നെ അവരും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കുകയാണെങ്കിൽ ഇപ്പൊ സതീശൻ സാറ് ഭരിക്കുന്നുണ്ട്, ഇനി മറ്റുള്ളവർ പോയിട്ട് അതൊന്നും ചെയ്യാനും പാടില്ല. അതും ഏറ്റവും വലിയ തെറ്റാ. അപ്പോ വളരെയധികം എല്ലാവരും നന്നാവണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അടുത്തുള്ളത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും വിളിക്കുന്നു. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണ ഒരു UDF സർക്കാരിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുകയോ പിന്നീട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയൊന്നുമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ആ കഴിഞ്ഞ ഭരണകാലത്ത് അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഭരണപക്ഷത്തിന് വേണ്ടി നിയമം വിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അടക്കം അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വരിക കൂടിയാണോ? കണ്ടാ സഹിക്കില്ല. എന്നെ അടിയാൻ അവനെയൊക്കെ പിരിച്ചുവിട്ടാണ്, ശമ്പളം കൊടുക്കരുത്
തിരിച്ചും വിടണം, പെൻഷൻ പണം കൊടുക്കരുത്. സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ പേരും കേസാണ്. പുള്ളി നോക്കേണ്ടിക്കല്ലോ, ആഭ്യന്തരമന്ത്രിയല്ലേ. ഇത് അഡ്ജസ്റ്റ്മെന്റ് ആയി പോകേണ്ടത് മതിയായിരുന്നു. ഇത് പറച്ചു മാത്രമേ ഉള്ളതോ ഇവരൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായി പോയിരുന്ന ഭാഗ്യം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പ്രേമരാജനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രേമരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ ആദ്യ ക്യാബിനറ്റിലെ ഈ തീരുമാനത്തെ കാണുന്നത്? തീരുമാനം നല്ല തീരുമാനം. ഇതേപോലെ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഈ പ്രശ്നം വെച്ചാല് ഇവർക്ക് ജോലിയും കൊടുക്കരുത്, കൂലിയും കൊടുക്കരുത്, പെൻഷനും കൊടുക്കരുത്. അത് മനസ്സിന് വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കൃത്യമായിട്ട് കാണുന്നത് കോടതിയും മുഖ്യമന്ത്രിയും കാണുന്നില്ല എന്നാണല്ലോ. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതെ, അതുപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കിരണേ. നമ്മളെ നവീൻ ബാബു ഇല്ലേ, അതെ, ആ പ്രശ്നം കൂടി ഒന്ന് ഈ മുഖ്യമന്ത്രി ഒന്ന് പൊന്തിച്ചു കൊണ്ടുവരണം എന്നൊരു അഭിപ്രായമുണ്ട്. അത് ഈ എതിർക്കാണ്ട് CBIക്ക് വേണ്ട ഒരു പരിപാടിയും കൂടി മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം. ഈ രണ്ട് സംഗതി വെച്ചാല് മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ച സംഗതിയാണ്. രാഷ്ട്രീയം നോക്കിയിട്ട് പറയുന്നില്ല. ശരി, അത്തരം ചില ആവശ്യങ്ങളും മുന്നിലുണ്ട് എന്നുള്ളത്. മുഖ്യമന്ത്രിന്റെ ചെവിടിൽ എത്താൻ പറ്റുമെങ്കിൽ ഇക്കാര്യം കൂടി ഒന്ന് എത്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്താൻ മാധ്യമങ്ങൾ വഴി ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടോ എന്നത് കൂടി പറയാം. പക്ഷേ അത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് മുമ്പ് തന്നെ, നമ്മളായി ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. എന്നാലും താങ്കളുടെ അഭിപ്രായത്തെ ഗൗരവത്തോടു തന്നെ കാണുന്നു. ശ്രീ റഹിമയാണ് കാലിക്കട്ടിൽ നിന്നും. ശ്രീമതി റഹിമ, താങ്കൾ ഈ ആദ്യ ക്യാബിനറ്റിലെ തീരുമാനത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയതിനെ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രി പിണറായി സാറ് പോയവരപ്പോ ഉപ്പില്ലാത്ത കഞ്ഞി പോലായി. പറഞ്ഞോളൂ, താങ്കൾ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. കാരണം എന്താ വെച്ചാല് വീട്ടിൽ സർവീസം വന്ന് പകരം വീട്ടാനാണോ അതോ പിന്നെ നമ്മളെ ഭരിക്കാൻ, നമ്മളെ നാട് നന്നാക്കാനാണോ? ഇതിപ്പോ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി തല്ലിയതല്ലല്ലോ. അവര് പോകുമ്പോ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ടും കരികൊടി കാണിച്ചിട്ടും ആണല്ലോ ഇവരെ പിടിച്ച് തല്ലുന്നത്. പക്ഷെ അതിൽ ഒരു ന്യായമില്ലല്ലോ ഇവർക്ക്. എങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലായില്ല റഹീമ? മുഖ്യമന്ത്രി സാർ പോകുമ്പോഴേ കല്ലെറിഞ്ഞിട്ടും കരികൊടി കാണിച്ചിട്ടാണല്ലോ ഇവരെ കരിങ്കൊടി കാണിക്കുന്നവരെ എന്തിനാണ് തല്ലുന്നത് റഹീമ? തല്ലണത് പിന്നെ അവര് കല്ലെറിഞ്ഞിട്ടായിരിക്കും. പിന്നെ അവരാരും കല്ലെറിഞ്ഞിട്ടില്ല, ഒരാളും കല്ലെറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കേസുമില്ല. ഒരു സ്ഥലത്തും കല്ലെറിഞ്ഞില്ല. മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലാൻ ഏത് വകുപ്പിലാണ് നിയമമുള്ളത്? അത് പിന്നെ സാറിന് മുഖ്യമന്ത്രി സാറിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചു. കരിങ്കൊടി കാണിച്ചാൽ കരിങ്കൊടി എന്താ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? അത് ഇപ്പം അവരെ തല്ലണത് അതിലൊരു ന്യായം. ഇപ്പൊ VD സതീശൻ സാറ് വന്നപ്പോ ഇതിന് പകരം വീട്ടാനാണ്. ഇത് പകരം വീട്ടിലല്ലോ, ഒരു അധികാരത്തിന്റെ ഹുങ്ക് വെച്ചുകൊണ്ട് തെരുവിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ തലതല്ലി പൊളിച്ചാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമല്ലേ? അത് അനിവാര്യമല്ലേ? കോടതി തന്നെ പറഞ്ഞല്ലോ അന്വേഷണം നടത്തണമെന്ന്. ഇതിൽ എത്രയോ ആയിരക്കണക്കിന് വരുന്ന SFIക്കാരും DYFIക്കാരും ഇതുപോലെ തല്ലുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഭരിക്കുമ്പോൾ പ്രതിഷേധക്കാരെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? അതിനെ ന്യായീകരിക്കുന്നത് ശരിയാണോ റഹീമ? അല്ല, ന്യായീകരിക്കുന്നത് ശരിയല്ല. എന്നാലും അതിപ്പോ ഒരു ഇനിയിപ്പോ ആ കേസ് കുത്തിപ്പൊന്തിച്ച് എന്തെല്ലാം കേസ് കുത്തിപ്പൊന്തിക്കണ്ടേ? അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇവിടെ നിന്ന് എല്ലാ അധികാരത്തിന്റെ സൗകര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ നിൽക്കണ്ടേ? ആ പാർട്ടിയുടെ പ്രവർത്തകർ വലിയ പാടുപെട്ടല്ലേ അവരെ അധികാരത്തിൽ എത്തിച്ചത്. പക്ഷെ തിരിച്ചിപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെ സംഭവിക്കാം എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് റഹീമ? റഹീമയുടെ തോന്നത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാവുന്ന പറയുന്നത്? അല്ല, ബുദ്ധിമുട്ടല്ല. ഇപ്പൊ തന്നെ ഒരുപാട് ഞമ്മക്ക് ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാല് പാവങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതില്. പാവങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് വെച്ചാല് ഇനിയിപ്പോ പെൻഷൻ കിട്ടോ, പെൻഷൻ കിട്ടാതിരിക്കോ, അംഗവല്യം സംഭവിച്ചോ. അതെന്തിനാണ് റഹീമ അങ്ങനെ ആശങ്കപ്പെടുന്നത്? പെൻഷൻ കിട്ടുമോ ഇല്ലയോ കാര്യത്തിൽ? ഇനിയിപ്പോ ഇതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊന്തിച്ച് അതിലൊക്കെ അതിന്റെ വയ്യോട്ടൊക്കെ പോവും. ഇനിയിപ്പോ അതൊക്കെ എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. റഹീമ പറയുന്നത് പാവപ്പെട്ട ആ അടി കൊണ്ട ആളുകളൊക്കെ ആ അനീതി കൊണ്ട് സഹിച്ച് അങ്ങ് പുറത്ത് നിൽക്കണം എന്നാണോ? അവരൊക്കെ ഇപ്പൊ MLA ആയി, മുഖ്യമന്ത്രിന്റെ കീഴിലായി. ഇനിയിപ്പോ അതിനെ പറ്റി ഓരോന്ന് കുത്തിപ്പൊന്തിക്കുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. എന്ത് പ്രശ്നമാണ് റഹീമ ഉണ്ടാകുന്നത്? അത് പറയൂ റഹീമ. ഇങ്ങനെ ഒരാൾ റഹീമെ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, റഹീമെ ഒരാൾ ഉപദ്രവിക്കുന്നു, അത് കുറെ കാലം കഴിഞ്ഞു. അത് കുറെ കാലം കഴിഞ്ഞതുകൊണ്ട് റഹീമയുടെ അതിനെതിരെ ഒരു അന്വേഷണം വന്നാൽ റഹീമ പറയോ വേണ്ട ഞാൻ അടി കൊണ്ടെല്ലാം അങ്ങ് ക്ഷമിച്ചു എന്ന് പറയുമോ? അതല്ല, ഇനിയിപ്പോ ഞാനാണെങ്കിലും പറയും ഇനിയിപ്പോ അതൊക്കെ മാഞ്ഞിപ്പോ തേഞ്ഞു പോയിക്കോട്ടെ. ഇനിയിപ്പോ ഇതിപ്പോ എന്താന്ന് വെച്ചാല് മുഖ്യമന്ത്രി സാറ്
പിണറായി സാറ് ഭരിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, അതൊന്നും ആരും സഹായമില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതിനെപ്പറ്റി ഇനിയിപ്പോ വി.ഡി. സതീശൻ സാറ് കേറിയപ്പോ ഇനിയിപ്പോ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. വി ഡി സതീശൻ കയറിയപ്പോ പ്രശ്നം വരും തോന്നാൻ കാരണം എന്താണ്? അല്ല, പെൻഷന് കിട്ടോ ഇല്ലേ? കിട്ടില്ല, അവർ കയറിയതല്ലേ ഉള്ളൂ. ഇന്നലെ കാത്തിരുന്ന് നോക്കൂ. കാത്തിരിക്കാം, ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. എനിക്കൊരു മോനുണ്ട്, ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിലൊക്കെ ഇങ്ങനെ പെൻഷനും വേണ്ടി കാത്തിരിക്കാണ്. എത്രയും പെട്ടെന്ന് നടപടിയാക്കിയ അത് വലിയൊരു ഉപകാരമായിരുന്നു. എന്തായാലും നടപടിയാക്കാൻ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നതല്ലേ, അല്ല ഇവർ പുതുതായിട്ടൊന്നും ചെയ്യേണ്ടതല്ലോ. ശരി. ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? അല്ല, തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. SFI-യും DYFI ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സഖാക്കള് ചോര ചീന്തി തെരുവിലോട്ട് അളിയുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, പോലീസുകാരുടെ മർദ്ദനം കൊണ്ട്. അപ്പൊ ആ ഭരണകാലത്തും കഴിഞ്ഞ ഭരണകാലത്തായാലും ശരി, ഈ ഭരണകാലത്തായാലും ശരി, എല്ലാ സമയത്തും ഈ സമരം നടത്തുന്ന സമയത്ത് സമര രീതികൾ വെച്ചിട്ടാണ് പോലീസ് ആ വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം ഇത് ഒരു സമര രീതിയായിരുന്നില്ല. ഈ കരിങ്കൊടി കാണിക്കുന്ന ഒരു സമര രീതിയായിരുന്നില്ല. കാരണം അവിടെ ഇവിടെ ഒളിച്ചിരുന്ന് പെട്ടെന്ന് ചാടി വീഴുമ്പോ അത് എന്തും സംഭവിക്കാം. അത്തരത്തിലുള്ള DYFI SFI അത്ര ഒരു സമരം നടത്തിയിട്ടില്ല. സമരം പ്രഖ്യാപിച്ചാൽ തീർച്ചയായും സമരം നടത്തും. കരിങ്കൊടി പ്രകടനമായാലും ശരി, അല്ലെങ്കിൽ വേറെ പ്രതിഷേധമായാലും ശരി, തീർച്ചയായിട്ടും സമരം നടത്തും. എവിടെയും ഒളിഞ്ഞിരുന്ന് ഓടി മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരും വീണ് അത്തരത്തിലൊരു സമരം നടത്തി. പിന്നെ വാഗ്ദാനം. താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സുണ്ട്. 63 വയസ്സുണ്ട്. അപ്പൊ 10 വർഷത്തിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഈ എന്തായാലും ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കൂടി കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ ഒക്കെ നടത്തിയതിൻ്റെ ഒരു 10 ഇരട്ടി സമരമെങ്കിലും അതിനു മുമ്പ് ഉണ്ടായിരുന്ന 5 വർഷത്തിനിടയിൽ കേരളത്തിൽ SFIക്കാരും DYFIക്കാരും ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ വേണം. അങ്ങനെയാണ് പ്രതിപക്ഷത്ത് നിന്ന് യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ വീറോടുകൂടി പ്രതിഷേധിക്കണം. അതൊക്കെ സ്വാഭാവികമാണ്. അവിടെയൊക്കെ പലപ്പോഴും ഇതുപോലെ തന്നെ പോലീസുകാർ അവരോട് ക്രൂരമായി ഇടപെട്ടിട്ടൊക്കെ ഉണ്ട്. ഏത് സംഘടന നടത്തിയാലും. അതുകൊണ്ട് ഞങ്ങൾ നടത്തിയതെല്ലാം നല്ലതാണ്, അല്ലെങ്കിൽ അവരാരും കരിങ്കൊടി പ്രചരണം കാണിച്ചില്ല. അവർ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ കാറിലേക്ക് കല്ലെറിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ദേഹത്ത് വന്ന് ആ കല്ല് കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത് ചെറിയ പരിക്കേൽക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. PUT നഫീർ കല്ലെറിഞ്ഞത് ഞാനതൊക്കെ എതിർത്തിയ ആളാണ്. കാരണം നമ്മൾ അതിനെ ന്യായീകരിച്ചിട്ടില്ല. പക്ഷേ ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനം എടുക്കുന്നത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ കൊടുക്കും എന്നായിരുന്നു. ആ ക്യാബിനറ്റ് തീരുമാനം വന്നിട്ടില്ല. 3,000 രൂപ കൊടുക്കുന്ന 3,000 കൊടുത്തില്ലേ? 9 അല്ല കൊടുത്തില്ല, അങ്ങനെ പറയല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആശാ സമരം തുടങ്ങിയപ്പോൾ നമ്മളെല്ലാ കാര്യത്തിലും ന്യായീകരിക്കരുത്. ഒരു സംശയം ചോദിക്കട്ടെ. ഈ ആശാ സമരം തുടങ്ങിയ സമയത്ത് പ്രേമൻ ചോദിച്ചോട്ടെ, ഒരു ആശാ സമരം നടത്തി സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾ, കോവിഡ് കാലത്തൊക്കെ അവരുടെ എത്രയോ സേവനം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും അനുഭവിച്ചാണ്. അവരൊരു വേതന വർദ്ധനവിന് വേണ്ടി സമരം നടത്തുമ്പോൾ ആ സമരക്കാരുമായി ചർച്ച നടത്തി ഈ 3,000 രൂപ അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, വേണ്ട 2,000 രൂപ കൊടുക്കാമെന്ന് മാന്യമായി പറഞ്ഞിരുന്നെങ്കിൽ ആ സമരം അവസാനിച്ചേനെ. അതിന് പകരം സമരം നടത്തുന്ന SUCക്കാരാണ് സമരക്കാരെ അധിക്ഷേപിക്കുക, സമരക്കാരെ പുച്ഛിക്കുക. ആ വകുപ്പ് മന്ത്രിക്കൊക്കെ അവരോട് എന്ത് പുച്ഛമായിരുന്നു. അതിന്റെയൊക്കെ കൂടി ഫലമല്ലേ ഇപ്പോൾ ഇങ്ങനെ തോറ്റത്. അല്ലാതെ സർക്കാർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു, അതിനെല്ലാം ഇല്ലാതാക്കി കളയുന്ന സമീപനമായിരുന്നില്ല ഇതെല്ലാം. 9,000 രൂപ നിങ്ങൾ അതെന്താ കാണാതെ 1,000 രൂപ ഈ ഗവൺമെന്റ് വരുന്ന സമയത്ത് 1,000 രൂപ ഇപ്പൊ 9,000 ഏത് 1,000 രൂപ? ഏത് ഗവൺമെന്റ് വരുന്ന സമയത്ത് 1,000 രൂപ ആയിരുന്നു? 1,000 രൂപ ആയിരുന്നില്ലേ? ഏത് 1,000 രൂപ വരുന്ന സമയത്ത് 1,000 രൂപ ആയിരുന്നു. 1,000 രൂപയും ആയിരുന്നില്ല. ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവസാന സമയത്ത് 2,000 രൂപ കൂട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമരം തുടങ്ങിയതിന് ശേഷമാണ് അത് കൂട്ടിയത്. 1,000 ഈ ഗവൺമെന്റ് അധികാരം ഏൽക്കുന്ന സമയത്ത് 1,000 രൂപ അവർ ഓണറേറിയം. അതിനുശേഷമാണ് ശ്രീ പ്രേമൻ ഒന്ന് ഞാൻ പറയാം. അന്ന് 1,000 രൂപ ആയിരുന്നില്ല, ഇനി 1,000 രൂപ ആയിരുന്നോട്ടെ. ഒരു മാന്യമായ വേതനത്തിന് വേണ്ടി, മാന്യമായ ഒരു തുകയ്ക്ക് വേണ്ടി സാധാരണ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതും അതിനെ പുച്ഛിക്കുന്നതും അതിനെ അടിച്ചമർത്താൻ നോക്കുന്നതും അതിനെ അധിക്ഷേപിക്കുന്നതും ശരിയായ ഒരു ഇടതുപക്ഷ നയമല്ല. ആ നയത്തെ കേരളത്തിലെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെ തെളിവല്ലേ മറ്റൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഈ സർക്കാരിന് ഇങ്ങനെ പരാജയപ്പെടേണ്ടി വന്നത്. ഇല്ല, പരാജയപ്പെടുന്നത് ഇപ്പം അതിന് ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. ജനം എന്താണ് അനുഭവിക്കുന്നത്? ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്തില്ലെങ്കിൽ ഭൂരിപക്ഷം പേര് തീരുമാനമെടുക്കും. അത് ജയമായാലും പരാജയമായാലും എല്ലാ മുന്നണിക്കും ഉണ്ടാവും. നമ്മളിപ്പോ എന്തെങ്കിലും പൈസ അങ്ങോട്ട് പൈസ വേണം ചോദിക്കുമ്പോൾ എന്റെ അമ്മയെല്ലാം പറയും വേണ്ട എന്റെ അടുത്ത് പൈസ ഉണ്ട്, പെൻഷൻ വന്നിരുന്നു പറയും. ഇപ്പൊ അതുപോലെ മാസം പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ പ്രേമൻ ഇങ്ങനെ ദയനീയമായി തോറ്റത്? തോൽവി പരിശോധിക്കട്ടെ, പാർട്ടി പരിശോധിക്കട്ടെ. അല്ല, അത് പ്രേമനൊരു ഊഹം കാണുമല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാർ തോറ്റത്?
അല്ല അതെല്ലാം നമുക്ക് ഏതാണ്ട് പിന്നെ ഏകദേശം ഒരു ധാരണ നമ്മൾക്കുണ്ട്. അല്ല അത് പറയൂ, പരിശോധിക്കട്ടെ. അത് പറയൂ. ഏകദേശം ധാരണ നമ്മൾക്കുണ്ട്. അത് നമ്മൾ പിന്നെ പറയുന്നതിനോട് നിങ്ങൾക്ക് പിന്നെ അത് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ല, താങ്കൾ അത് പറയൂ. എന്നിരുന്നാലും എന്റെ ഒരു സംശയം, അല്ലല്ല ഒരു സംശയം, ഈ ആശാ സമരത്തിന് പ്രേമനും ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ് നിൽക്കൂ പ്രേമൻ. ഈ സർക്കാരിന്റെ ഈ ദയനീയമായ പരാജയത്തിൽ ഒരു പങ്ക് ആശാ സമരത്തോട് സർക്കാർ എടുത്ത നിലപാട് കൊണ്ടുകൂടിയാണ് എന്ന് പറഞ്ഞാൽ പ്രേമൻ അംഗീകരിക്കുമോ? അംഗീകരിക്കും, തീർച്ചയായിട്ടും അംഗീകരിക്കും. അത്രയും മതി. ആ തിരിച്ചറിവ് എല്ലാ കാലത്തും ഉണ്ടായാലും അത് തിരുത്താൻ നല്ലതാണ്, അതിനെ ന്യായീകരിക്കുന്നതിന് സത്യത്തെ വളച്ചൊടിച്ച് എന്തെങ്കിലും അതിന് ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറായില്ല. ശരി, അത് നല്ല കാര്യം തന്നെയാണ്. അതാണ് ഒരു ഇടതുപക്ഷക്കാരൻ ചെയ്യേണ്ടത്. അല്ല, ഇതിനു മുമ്പ് പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ ഇത് നമ്മളെ പിന്നെ ഉമ്മൻചാണ്ടിന് നേരെ അന്ന് കല്ലെറിഞ്ഞതിന് ശക്തമായിട്ട് എതിർത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ചാരൻ തന്നെ പറഞ്ഞല്ലേ ശക്തമായിട്ട് എതിർത്ത ഒരാൾ. അതുപോലെ ഈ പിന്നെ എല്ലാത്തിനും ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തന്നെ വിലയിരുത്തണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ പ്രേമൻ. നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ശ്രീ ഡേവിസ് ആണ് ചാലക്കുടിയിൽ നിന്ന്. ശ്രീ ഡേവിസ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാർ തുടങ്ങിയപ്പോൾ അവരെടുത്ത ഈ തീരുമാനത്തെ, നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അന്വേഷണത്തിന് അവർ വിടുന്നത്, ആ തീരുമാനത്തെ കാണുന്നത്? ഞാൻ പറയുന്നത് 100% ശരിയായ ഒരു തീരുമാനമാണ്. കാരണം ഇപ്പോ പ്രതികരിക്കാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ ഒരു കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ള ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണെങ്കിലും അതിൽ തെറ്റായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ വന്നിട്ടൊന്ന് കഴിഞ്ഞാല് ഒരു ലാത്തി ചാർജൊക്കെ നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അതും ഗൺമാന് അവർക്കൊക്കെ ഈ ലാത്തി എടുത്ത് വീശാനുള്ള എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കാന്നതിനപ്പുറത്തേക്ക് വഴിയിൽ നിൽക്കുന്നവരെ പോയി തള്ളാൻ ഒരു അവകാശവും നിയമപരമായിട്ടില്ല. ഇല്ല. എനിക്ക് മുന്നേ സംസാരിച്ച ഒരു വ്യക്തി തിരിച്ച് അത് എന്താ പറയാ തിരിച്ച് വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആശാ വർക്കറുടെ ഇതിലേക്ക് കൊണ്ടിട്ടു. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ കേസിൽ വരുമ്പോഴെങ്കിൽ എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് അതിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? പറഞ്ഞു പോയതാണ്, പോട്ടെ. ആശാ വർക്കർമാര് 365 400 ദിവസങ്ങളോ സെക്രട്ടേറിയറ്റിന്റെ പടിക്ക് ചെന്ന് കിടന്ന് സമരം ചെയ്തിട്ട് ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നിട്ട് കുറഞ്ഞത് ഒരു 1000 രൂപയാണെങ്കിലും 2000 രൂപയാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാല് വളരെ 100% അത് ശരിയാണ്. അപ്പൊ അതൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷെ രക്ഷാപ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഗൺമാനും മറ്റുള്ളവർക്ക് വന്നിട്ട് പട്ടീനെ എന്നല്ല പേപ്പട്ടിനെ ഇട്ട് അടിക്കുമ്പോണം നിങ്ങളുടെ ടി വിയിൽ കാണിക്കുന്ന സീനുകളൊക്കെ നമ്മൾ മറ്റുള്ള ടി വികളിലും കണ്ടതാണ്. ആ സീനുകളൊക്കെ ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താ പറയാ നമ്മളൊരു വഴി പോണ പട്ടീനെ വരെ നാൽക്കാലി പട്ടീനെ വരെ തല്ലിയാല് ഇപ്പോ വലിയ കേസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് കേസ് കൊടുത്താല് ആ ഒരു വില പോലും നമ്മുടെ മനുഷ്യൻ എന്ന ഒരു നിയമം ഇതിൽ വരുന്ന ഒരു പേരിന് ചൂടെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായ ഒരു വിഷയം. മനസ്സിലായോ? അപ്പൊ അതെന്നെങ്കില് ഗൺമാനായാലും സിവിൽ പോലീസ് ആയാലും ഏത് ഇതായാലും അവർ ചെയ്തത് 100% തെറ്റാണ്. അതിനെതിരായിട്ട് അന്വേഷണം കൊണ്ടുവന്നിട്ട് കുറ്റക്കാരായ ഏത് ഹൈ ലെവലിലിരിക്കുന്ന ടീമുകളായാലും എന്താ പറയാ ജയിലിലടയ്ക്കാവുന്ന നിയമമുണ്ടെന്നുണ്ടെങ്കിൽ ജയിലിൽ തന്നെ അടയ്ക്കുക തന്നെ വേണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഡേവിസ് ആണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ ഡേവിസ്, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഈ നിലപാടിനെ കാണുന്നത്? ശ്രീ ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ബാബു, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് അധികം കാര്യമൊന്നും പറയാനില്ല. ആ പ്രേമൻ ഏറെക്കുറെ അവിടെ ലാത്തി ചാർജ് നടത്തിയ പോലീസുകാരന്റെ ഒന്നിൽ സഹോദരനോ കൂട്ടുകാരനോ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇല്ല, പ്രേമൻ പിന്നീട് പറഞ്ഞു ആ കാര്യത്തിൽ വീഴ്ച വേറെ കാര്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളത്. ഒരാൾ ഇച്ചിരി ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ്, അത് കുഴപ്പമില്ല. എന്നാലും പിന്നീട് അദ്ദേഹം പറഞ്ഞല്ലോ തെറ്റുകൾ തെറ്റായിട്ട് തന്നെ അംഗീകരിക്കുന്നു. അതേമാതിരി റഹീമ പറഞ്ഞതോ തന്നെ അവര് രണ്ട് ഇവരുടെ സ്വന്തക്കാരും എല്ലാം കാണും. പിന്നെ ഈ ലാത്തി ചാർജ് നടത്തി ഇവരെ ഈ 5-6 ഉദ്യോഗസ്ഥന്മാര് അതിനകത്ത് പുള്ളിയുടെ പിണറായിയുടെ ബോഡി ഗാർഡിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന്റെ ശമ്പളം മുഴുവൻ പുള്ളിയുടെ കൊടുക്കുകയും ചെയ്യില്ലേ, കൊടുത്ത ശമ്പളം എല്ലാം പിടിച്ചു മേടിക്കുകയും ചെയ്യണം. പറഞ്ഞു വിടുന്നതിന്റെ തലവൂസി ഇദ്ദേഹത്തിനിട്ട് 2-3 അടി അടിക്കുകയും ചെയ്യണം പരസ്യമായിട്ട്. അതേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ ഒരാളെ ഒരു തെറ്റ് ചെയ്ത് അക്രമം കാണിച്ചതിന്റെ പേരിൽ അയാളെ അടിക്കുക എന്നുള്ളതല്ലോ, ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലുക എന്നുള്ള പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ്, അതല്ലല്ലോ നമ്മുടെ നീതി. അത് ശരിയല്ല.
ഇതിപ്പോ പട്ടികളെ അടിക്കുന്ന മാതിരി കണ്ടില്ലേ നമ്മൾ അതെല്ലാം ശരിയാണ്. അതിന് പകരം നിങ്ങൾക്ക് ഇനി പിരിച്ചുവിടണമെന്നോ അയാളുടെ ശമ്പളം തിരിപ്പിക്കണമെന്നോ ശിക്ഷ കൊടുക്കണമെന്നോ ഒക്കെ പറയാം. പക്ഷേ നമ്മൾ മറ്റേ തല്ലണം എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, തീർച്ചയായിട്ടും അതിന്റെ വേദനയുടെ എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ട് അങ്ങനെ വികാരം ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ഒരു പൊതുവേദിയിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളെയും തല്ലണം എന്ന് പറയരുത്. അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ചില കാര്യങ്ങളെ കാണുമ്പോൾ ഒരു തല്ല് കൊടുക്കണമെന്നൊക്കെ മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷേ നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ്. ആ സമൂഹത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് എന്നെ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. താങ്ക് യു. ശരി, ഓക്കെ. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ നോക്കാം. കുറേയേറെ കമൻറ്റുകളുണ്ട്. അതല്ല, കേരളത്തിൽ എത്ര പോലീസ് മർദ്ദനം അറിയാമെന്നൊക്കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ഒന്നല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. ഇനിയും നേതാക്കൾ അഹങ്കാരം കുറയ്ക്കാതെ രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. ദാസൻ ചേട്ടൻ കോൺഗ്രസ് സർക്കാർ സമരക്കാർക്കെതിരെ നടത്തിയ നരനായട്ടുകളൊന്നും ഓർമ്മയില്ലേ എന്ന് അജിത് കുമാർ ചോദിക്കുന്നു. ആ ദൃശ്യങ്ങളിലൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ യൂണിഫോം ഇല്ലാത്ത സെക്യൂരിറ്റിക്കാർ തല്ലുമ്പോൾ യൂണിഫോം ഇട്ട പോലീസുകാർ അതിനെ തടയാൻ ശ്രമിക്കുന്നു. അത് ശരിയാണ്. ഈ പോലീസുകാരെന്ന് പറയുന്നവർ അവർ നിരന്തരം ഇത്തരം ഒരുപാട് സംഘർഷങ്ങളൊക്കെ കാണുന്നവരാണ്, നേരിടുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കരിങ്കൊടി കാണിച്ചെന്ന് വെച്ചാൽ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക, അല്ലാതെ കൂടിപ്പോയാൽ ലാത്തി കൊണ്ടടിക്കുന്നതിന് അപ്പുറത്തേക്ക് ആ തരത്തിൽ സാധാരണ മഹാഭൂരിപക്ഷം പോലീസുകാർ ഒന്നും ചെയ്യില്ല. അവർ ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെയല്ല ഗൺമാന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവർ പോലീസുകാർക്കിടയിൽ തന്നെ സവിശേഷമായ ചില പ്രിവിലേജുകൾ അനുഭവിക്കുന്നവരാണ്. അവർ ചെയ്യുന്നത് പോലെ മറ്റവർ ചെയ്യില്ല. മറ്റവർക്കറിയാം നാളെയും അവർക്ക് ഈ സമരക്കാരെ KSUക്കാർ ചെയ്താലും SFIക്കാർ ചെയ്താലും ഇനി AVPക്കാരോ MSFകാർ ചെയ്താലും അവരെല്ലാം നാളെയും കാണേണ്ടതല്ലേ. പിറവി സിനിമ കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അത് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ശരിയാണ് ശ്രീ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ മർദ്ദനം അടിയന്തരാവസ്ഥ കാലത്തിറക്കം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാൾ തലപ്പത്തിരിക്കുമ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ ഒരാൾ തലപ്പത്തിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമായി അതിനെ ആളുകൾ കാണും, അത്രത്തോളം കാണും. ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ്. അവിടെ തിരിച്ചറിയണം എങ്ങനെയാണ് ഭരണകൂടം ക്രൂരമായി ആളുകളെ മർദ്ദിക്കുന്നതെന്നും തല്ലിച്ചതയ്ക്കുന്നതെന്നും. അവിടെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളിടത്താണ് മാന്യത, മര്യാദ, അല്ലെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ അവർ എന്ത് തെറ്റ് ചെയ്തു, നിങ്ങളായാലും കരിങ്കൊടി കാണിക്കില്ലേ, എന്നിട്ട് ന്യായീകരിക്കരുത് എന്നുള്ളത് സുനിൽകുമാർ പറഞ്ഞു. ജയകുമാർ പറഞ്ഞു സിനിമയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. സലീം VA പറയുന്നു, തല്ലിയ ഗൺമാനെ മുമ്പ് കേസിൽപ്പെട്ടപ്പോൾ ചെന്നിത്തല കേസ് ഒഴിവാക്കി കൊടുത്തുവെന്ന് കേൾക്കുന്നത് ശരിയാണോ? എങ്കിൽ അവർ ചെന്നിത്തലയുടെ ഗൺമാന്മാരായി മാറുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്ത ഇതുവരെയും കേട്ടിട്ടില്ല. ഈ ഗൺമാന്മാർ അങ്ങനെ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തുകളൊന്നും ഗൺമാന്മാരെ ഇരുന്നിട്ടുള്ളവരായി ഇതുവരെ നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇനി മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഉരുട്ടിക്കൊല എന്നൊരു കലാപരിപാടി കേട്ടിട്ടുണ്ടോ എന്നൊക്കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ജയകുമാർ, നവീൻ ബാബു കേസ് അന്വേഷണത്തിന് വരുന്നുണ്ട് സഹോദര എന്ന് പറയുന്നു. സുനിമോള് നമസ്കാരമൊക്കെ പറയുന്നു. റഹീമയാണോ കല്ലെടുത്ത് കൊടുത്തത് ജയകുമാർ ചോദിക്കുന്നു. നക്സൽ വർഗീസിനെ പോയിന്റ് ബ്ലാങ്കിൽ കോൺഗ്രസിൻ്റെ പോലീസ് വെടിവെച്ച ക്രൂരത ഓർമ്മയുണ്ടോ എന്ന് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ചരിത്രമൊക്കെ അദ്ദേഹം കുറേയേറെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൻ്റെ നിങ്ങൾ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല, എന്താണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നതെന്നാണ് ശശിധരൻ പിള്ള ചോദിക്കുന്നത്. എനിക്കൊന്ന് റഹീമയോടാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ദിലീപ് കുമാർ പറയുന്നു, പിണറായി മുതൽ ശിവാസമേനൻ വരെ അടികൊണ്ട് നിയമസഭയിൽ വന്നത് താങ്കൾക്കറിയാമല്ലോ, അത് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തുവെന്ന് ദിലീപ് കുമാർ ചോദിക്കുന്നു. കോൺഗ്രസിനോടുള്ള മുഴുവൻ പ്രതികാരവും ആ അടിയിലുണ്ട്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തന്നെ വേണമെന്ന് ലീലാമ്മ പറയുന്നു. അജിത് കുമാർ മാറോള് പറയുന്നു, ഏത് സമരം നടത്തിയിട്ടാണ് രാജനെ ഉരുട്ടിക്കൊന്നത് എന്ന് ചോദിക്കുന്നു. ബംഗാളിൽ ഇടതു സർക്കാർ 56,000 പേരെ കൊന്നു, നിയമസഭയിൽ രേഖാമൂലം മന്ത്രി പറഞ്ഞതാണെന്ന് പറയുന്നു. അത് ഏത് മന്ത്രി ഏത് രേഖാമൂലമാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 56,000 പേരെ പോലീസുകാർ കൊന്നു എന്നുള്ളത് ഇനി ബംഗാൾ ഉണ്ടായ കാലം മുതലുള്ള കഥയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 200 ദിവസം തെരുവിൽ കിടന്നത് പ്രേമൻ്റെയൊക്കെ അമ്മപെങ്ങന്മാരായിരുന്നു എന്നത് മറക്കണ്ട. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പിണറായിയെ ന്യായീകരിക്കരുത്, അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ സമരം നിർത്തിയേനെ എന്ന് പറയുന്നത് സുനിൽകുമാർ ആണ് പറയുന്നത്. എന്തായാലും കുറേയേറെ അഭിപ്രായങ്ങൾ ഇതിനോട് താഴെയിട്ട് വന്നിട്ടുണ്ട്. മാസപ്പടി കേസിൽ അന്വേഷണം വേണമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അതോടൊപ്പം പിന്നെ പ്രമോദ് നാണു ഒരാളുടെ തന്നെ വീണ്ടും വരുന്നതാണ് വായിക്കാത്ത. ആരാണ് PV എന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് മനോജ് കുമാർ പറയുന്നു. കിരൺ സാറെ ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം കൂടെ കാണിക്കുക, ജനങ്ങൾ കാണട്ടെ എന്ന് പറയുന്നു. പെട്ടെന്ന് അതിനകത്ത് കിട്ടിയ വിഷ്വലുകൾ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിഷ്വലും നമ്മുടെ ലൈബ്രറിയിലുണ്ട്. എന്തായാലും എത്ര കൊണ്ടാലും കേട്ടാലും നന്നാവില്ല എന്നൊക്കെയാണ് ശശിധരൻ പിള്ള പറയുന്നത്. ഇവർ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് യാചിക്കുന്ന ഇത് മംഗ്ലീഷാണ്, അത് വലിയ പ്രയാസമാണ് ശ്രീ ഫൈസൽ റഹ്മാൻ വായിക്കാൻ. എന്തായാലും ഇങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ കൂടി. നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് റഫർ ചെയ്ത കേസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും 18 മാസമായി പൂഴ്ത്തിവെച്ച ഫയൽ
പുറത്തെടുത്ത് അന്വേഷണത്തിന് വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചു. ഇന്നലെ മന്ത്രിസഭ തീരുമാനിക്കുന്നു. ഇന്ന് ആഭ്യന്തര വകുപ്പ് അന്വേഷണ സംഘത്തലവനായി TP ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ അന്വേഷിച്ച അതിലെ പ്രതികളെയൊക്കെ മുടക്കോഴി മല എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് പൊക്കിയ ഷൗക്കത്ത് അലിയെ ആണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇത് വാക്കുപാലിച്ചുകൊണ്ട് സതീശൻ സർക്കാർ പണി തുടങ്ങിയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്തേ സാറേ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഈ ലോക്കൽ പോലീസ് പോരാഞ്ഞിട്ടാണ് ഗൺമാൻ അവരെ മാറ്റി നിർത്തി, ആ പോലീസുകാരെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് തല്ലുന്നത്. അവരുടെ ഗൺമാന്റെ അടിക്ക് വെയിറ്റ് ഉള്ള എന്ത് കാര്യത്തിനാണെന്ന് എനിക്കത് മനസ്സിലായില്ല. അത്രയും തല്ലാൻ, അത്രയും പേപ്പട്ടിയെ തല്ലുന്ന കണക്ക് തല്ലാൻ ഇവർക്കൊക്കെ ഈ അധികാരം കൊടുത്തതാരാ? ഇതിനകത്ത് ഇപ്പൊ എനിക്കൊരു വലിയ സംശയം എന്ന് പറഞ്ഞാൽ, രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് ഈ പുള്ളിയെ ഇതേപോലെ കേസിന് പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്ന ആളാണെന്ന് പറയുന്നത്. ആ ഒരു സമാധാനം പുള്ളിക്ക് ഉണ്ടാവും കേട്ടോ സാറേ. കേൾക്കാൻ, പറഞ്ഞോളൂ. അല്ല, ആ ഒരു സമാധാനം പുള്ളിക്കുണ്ടാവും. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ സംഭവം ഇത്രയും കഴിഞ്ഞിട്ട് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് സാർ കേട്ടായിരുന്നോ? ഇങ്ങോട്ട് നോക്കിക്കോതാ, എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഞാൻ മുൻവശത്തിരിക്കുകയല്ലായിരുന്നു. ഈ DYFIക്കാരും SFIക്കാരും ഇല്ലായിരുന്നെങ്കിൽ അവർ രക്ഷാപ്രവർത്തനമാണ് പറഞ്ഞത്. ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പൊട്ടന്മാരാണെന്നാണോ ഇവർ വിചാരിച്ചിരുന്നത്? അതിൻ്റെ കിട്ടി. ഇത്രയേ ഉള്ളൂ സാറേ പറയാൻ. ശരി, ഓക്കെ. എന്തായാലും അത്തരത്തിലൊക്കെ അധികാരം ലഭിക്കുമ്പോൾ പരമാവധി വിനയത്തോടു കൂടി നിൽക്കുക എന്നതിന് പകരം മറിച്ച് ജനങ്ങളുടെ മേൽ ഈ തരത്തിൽ ഹുങ്ക് കാണിച്ചാൽ മറ്റെന്തെല്ലാം നല്ല പ്രവൃത്തി ഉണ്ടെങ്കിലും അതെല്ലാം അതിനു മേലെ അതെല്ലാം മായ്ച്ചു കളയുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണിതെല്ലാം. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ക്ഷമിക്കണം, ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. നമസ്കാരം കിരൺ. നമസ്കാരം. നിങ്ങളുടെ പാർട്ടിയൊക്കെ ജയിച്ചിട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്നു, മനു ആയിരുന്നു അന്നേരം. ഓക്കെ, ശരി. ഞാൻ കുറച്ച് ദിവസം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോയി. കിരൺ ഇല്ലായിരുന്നു. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു ശ്രീമതി ജയ. ഓക്കെ, ഞാൻ പറയട്ടെ. ഇതില് ഈ മക്കളെ ഇട്ട് അടിക്കുന്ന കാണുന്നപ്പോ അന്നേ ഞാൻ പറഞ്ഞത്, അന്നൊരു ചർച്ചയിൽ ഇത് ഉണ്ടായിരുന്നു ഈ വിഷയം. ഒരമ്മ എന്ന നിലയിൽ എനിക്കത് കണ്ടോണ്ട് ഇപ്പോഴും ആ കുഞ്ഞുങ്ങളെ അടിക്കുന്ന കാണുമ്പം ഭയങ്കര സങ്കടമാണ്. അതിപ്പോ KSUക്കാരോ SFIക്കാരോ അങ്ങനൊന്നുമല്ല. ഒരു കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടിക്കാൻ പാടില്ല. അത് അവർക്ക് അധികാരം കൊടുത്തിട്ടില്ലല്ലോ ആരും. ആ ലോക്കൽ പോലീസുകാർ അവിടെ നിൽക്കെ ഇവര് ഇറങ്ങി ഓടി വന്നാണ് ആ കൊച്ചുങ്ങളെ അടിക്കുന്നത്. അത് തല പൊട്ടി ആ പയ്യന്റെ ബ്ലഡ് ഒലിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പകരത്തിന് പകരം ചെയ്യുവല്ല, പക്ഷെ ഇവർക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുക്കണം കിരണേ. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇങ്ങനെയുള്ള സമാനമായ വികാരം കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന അമ്മമാർക്ക്, അല്ലെങ്കിൽ തെരുവിൽ ഒരിക്കലെങ്കിലും സമരം ചെയ്തിട്ടുള്ള മനുഷ്യർക്ക്, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളോട് അനുഭവമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഈ തരത്തിലേക്കുള്ള പ്രതികരണത്തിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കോടതി കണ്ട ഏത് മനുഷ്യനും അറിയാം ഇത് പോലീസുകാരൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെയ്തത് ശരിയല്ല, അത് നിയമലംഘനമാണ്, അവർക്കെതിരെ നടപടി വേണ്ടതാണെന്ന്. അതിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് സമരം ചെയ്തവരെ പരിഹസിച്ചു. അതിന് മുഖ്യമന്ത്രിയുടെ തന്നെ പോലീസ് അന്വേഷിച്ചിട്ട് ഇതിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് റഫർ ചെയ്യാൻ കൊടുത്തു. ഒടുവിൽ കോടതിയിൽ ഇവർ പോയി, യൂത്ത് കോൺഗ്രസ്സുകാർ കോടതിയിൽ പോയി, കോടതിയിൽ നിന്നും പുനരന്വേഷണത്തിന് ഉത്തരവ് മേടിക്കും. 18 മാസമായിട്ട് അത് പൂഴ്ത്തിവെച്ച് അതിനെ തെറ്റുപറ്റിയെങ്കിൽ അത് തെറ്റാണ്, തെറ്റുപറ്റിയവരെ കൂടെ വെച്ചുകൊണ്ടിരിക്കാതെ മാറ്റിക്കളയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ താങ്കളോടായിട്ട് ചോദിക്കുകയാണ്, ഈ പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഈ രക്ഷാപ്രവർത്തനമായിരുന്നില്ലേ? നമസ്കാരം. നമസ്കാരം. പരാജയത്തിന് 1000 കാരണങ്ങളുണ്ട്. അത് ഈ സംഭവം പരാജയത്തിന് ആക്കം കൂട്ടിയ വലിയ കാരണമായിട്ട് കണക്കാക്കുന്നില്ല. ഒരുപക്ഷെ അതൊരു കാരണമായിട്ടുണ്ടാവാം. പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ ചില വിഭാഗങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവരത് വിജയിച്ചു, അത്രേ ഉള്ളൂ. 1959 സർക്കാരിനെ പിരിച്ചുവിട്ടില്ലേ? ആ പിരിച്ചുവിടാനുള്ള ഈ സമരത്തിന് വഴിയൊരുക്കിയ
ആ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഘടകങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെ സ്വന്തക്കാരായിരുന്നല്ലോ. ഞാൻ പറയട്ടെ, ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ. ഞാൻ ഈ 4:45 വരെ കാത്തിരിക്കുന്നു. ഇതുപോലുള്ള ഈ അവതാരകന് പറയാനുള്ള മുഴുവൻ പറഞ്ഞു കഴിയുമ്പോ എനിക്ക് പറയാമല്ലോ എന്ന് വെച്ചിട്ടാ. ശരി, പറഞ്ഞോളൂ. അതായത് അന്ന് ഏതെല്ലാം പിന്തിരിപ്പൻ ശക്തികൾ ഉണ്ടായിരുന്നോ കേരളത്തിൽ, പിന്തിരിപ്പനല്ലാത്തവരെ പിന്തിരിപ്പനായിട്ടാണ് ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടർന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാപിത താല്പര്യങ്ങളൊക്കെ എന്തുമാത്രം ഹനിക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കിയപ്പം അവരെല്ലാം കൂടെ ഒന്നിച്ചു. വിദ്യാഭ്യാസ ബില്ലും ഭൂപരിഷ്കരണ ബില്ലും കുടികിടപ്പവകാശ നിയമങ്ങളും അങ്ങനെ 3-4 കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ അവർക്ക് അപകടം മണത്തു. അവരെല്ലാം കൂടെ ഒന്നിച്ചു. പള്ളിയും പട്ടക്കാരും അതിൻ്റെ കൂടെ കോൺഗ്രസും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ പിന്തിരിപ്പിന് വേതാളങ്ങളും ഒന്നിച്ചു. അങ്ങനെയാണ് 59 പോയത്. പിന്നെ എന്നാണ് ഒരു 5 വർഷം തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാൻ അവസരം കിട്ടിയത്? 80 നമ്മുടെ സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരും. അല്ല, അതിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞല്ലേ, ഞാനല്ലേ താങ്കളല്ലേ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ചുരുക്കി പറയാം. അതുകൊണ്ടാണ് തോറ്റത്. അങ്ങനെ ഈ സർക്കാർ തുറന്നു കഴിഞ്ഞാൽ നഷ്ടം വരുന്നതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ചോദിച്ചത്, താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായി. EMS സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കേരളത്തിലെ സമുദായ സംഘടനകളെല്ലാം ഒന്നിച്ചു നിന്നു. താങ്കളുടെ അർത്ഥത്തിൽ പിന്തിരിപ്പൻ സംഘടനകൾ ഒന്നിച്ചു നിന്നു, അതുകൊണ്ട് ആ സർക്കാരിനെ അട്ടിമറിച്ചു. ശരി, സമ്മതിച്ചു, ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു, അത് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതേ പിന്തിരിപ്പൻ ശക്തികളായിരുന്ന ഈ പിന്തിരിപ്പൻ ശക്തികളുടെ ഒക്കെ നേതാക്കന്മാർ, ഈ അന്ന് സമരത്തിന് നിന്ന NSSന്റെ നേതാവും SNDPയുടെ നേതാവും എല്ലാം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ ആയിരുന്നുവല്ലോ. അവരെല്ലാരും പിന്തുണച്ചത് ഇടതുപക്ഷത്തെ ആയിരുന്നല്ലോ. അത് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. അവരൊന്നും മുഖ്യമന്ത്രിയുടെ കൂടെ ആയിരുന്നില്ല. എന്നാര് പറഞ്ഞു? പരസ്യമായി തന്നെ പറഞ്ഞതല്ലേ ഈ രണ്ടുപേരും. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ അവര് അനുകൂലമായ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് ആ സമുദായമോ ആ സമുദായ സംഘടനയോ അതിന്റെ നേതാക്കന്മാരോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ അല്ല, ആയിരുന്നില്ല, ആവുകയില്ല. ഞാൻ ഒരു ചെറിയ തിരുത്ത് വേണമെങ്കിൽ പറയാം. അത് തെറ്റായ വ്യാഖ്യാനമാണ്. ഒരു തിരുത്ത് വേണമെങ്കിൽ പറയാം. ആ സമുദായ സംഘടനകൾ ഈ തങ്ങളുടെ തലപ്പത്തിരുന്നവരും ആ സമുദായ സംഘടനയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം തന്നെയായിരുന്നു. പക്ഷേ ആ സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം ആയിരുന്നില്ല, അല്ലെങ്കിൽ ഈ സമുദായ നേതാക്കൾക്ക് എതിരായിരുന്നു ആ മനുഷ്യർ എന്ന് വേണമെങ്കിൽ തിരുത്താം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു നേതാവും പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഇത് തെറ്റായ വായനയാണ്. ശരി, എന്നാൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഞങ്ങളെല്ലാം വായിച്ചതും സുകുമാരൻ നായർ പല ഘട്ടത്തിലും പറഞ്ഞതും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. ഇല്ല, അവര് സമദൂരം തന്നെയാണ് പിന്നെ ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത്. സമദൂരം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ അഭിപ്രായം അവർ മാറ്റിയിട്ടേ ഇല്ല ഇതുവരെ. VD സതീശൻ എന്തെല്ലാമാണ് പറഞ്ഞത്? VD സതീശനെ പറഞ്ഞതിനകത്ത് നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. തന്നെയാണ്. അപ്പോൾ ആ മുന്നണിയുടെ തലവനെ ചെറുവിളിക്കുകയും ഭത്സിക്കുകയും മറ്റു മുന്നണിയുടെ തലവനെ കൊള്ളാവുന്ന രീതിയിൽ പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവില്ലേ? അതൊക്കെ അവർക്ക് തമ്മിലുള്ള കാരണമാണ്. തോറ്റേന്റെ കാരണം ഇതൊന്നും അല്ല. തോറ്റേന്റെ കാരണം നഷ്ടം വരുന്നവരെല്ലാം കൂടെ ഒന്നിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. എന്നാൽ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കളുടെ പാർട്ടി കൂടി ഉൾപ്പെടുന്ന മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ സമരം ചെയ്ത ആളുകളെക്കെതിരെ ഉള്ള അന്ന് കൊടുത്ത വാക്ക് ഇന്നിപ്പോൾ പാലിക്കുകയാണോ? തീർച്ചയായിട്ടും പാലിക്കപ്പെടേണ്ട തന്നെയാണല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും എന്ന് തന്നെയായിരുന്നല്ലോ അന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാലോ, VD സതീശന്റെ നേതൃത്വത്തില് ഇന്നലെ ഭരണം ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ചേർന്ന മന്ത്രിസഭാ യോഗത്തില് പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. നമുക്കറിയാലോ, അതിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ട KSUവിലെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി തുടരന്വേഷണം വേണം എന്നത്. കാരണം നമ്മളൊക്കെ നിരന്തരം ആ സമയത്ത് കണ്ണുനീർ വാഴ്ത്തിയതാണ്. കുട്ടികളുടെ കയ്യിൽ വെറും തുണിക്കഷ്ടം മാത്രമാണല്ലോ. ഒരു ആയുധവും ഇല്ലാതെ, ഒരു വടി പോലും ഇല്ലാത്ത കുട്ടികളെയാണ് 5-8 ആളുകൾ, ആരാണ് ആളുകൾ, എന്നിട്ടത് രക്ഷാപ്രവർത്തനമായി പറയുക. എന്തൊരു നാണക്കേടും മാനക്കേടും. ഇതിനും ഈ ഭരണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ 2 പേരൊഴികെ
എല്ലാവരും ഈ വിഷയത്തിൽ ഈ തരത്തിൽ സമരക്കാരോട് പ്രതികരിച്ച ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അവർ കാണിച്ച അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ ധാർഷ്ട്യത്തിന് എതിരായ നടപടി ഉണ്ടാവണം. ഇത് അന്വേഷണം നടത്തിയ അന്വേഷണം വഴിയിൽ നിർത്തിപ്പോകരുത്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രേക്ഷകരുണ്ട്. അത് ഇടതുപക്ഷക്കാരായ പ്രവർത്തകരടക്കം പലരും ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന മട്ടിൽ പറഞ്ഞു. ചിലർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പരസ്യമായി പറയുമ്പോൾ ചിലർക്ക് പ്രയാസങ്ങൾ കാണും. പക്ഷേ എന്നാലും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചവരും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തരം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇടതുപക്ഷത്തെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ യുവജന പ്രവർത്തകരോ ആണെന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചവരുമൊക്കെ ഉണ്ട്. എന്തായാലും കേരളത്തിൻ്റെ മനസാക്ഷി, കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആളുകളെ, ചെറുപ്പക്കാർ, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിയിൽ വരുന്ന ചെറുപ്പക്കാരെ അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ച് തെരുവിൽ തല്ലിച്ചതയ്ക്കുന്നതിനെ അംഗീകരിക്കുന്നവരല്ല, അല്ലെങ്കിൽ അതിനോട് യോജിച്ച് നിൽക്കുന്നവരല്ല എന്നതുകൂടിയാണ് കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പോലും കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.